പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ ആരും സമീപിച്ചിട്ടില്ലെന്നും ചർച്ച നടന്നിട്ടില്ലെന്നും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ദില്ലിയിൽ ചില അഭിപ്രായങ്ങൾ ഉയർന്നു എന്നറിഞ്ഞു. പാർട്ടിയിൽ സ്ഥാനം വേണമെന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. പത്തനംതിട്ടയിൽ കാണാമോ എന്ന ചോദ്യത്തിന് ഗവർണറായി കാണുന്നതിൽ കുഴപ്പമുണ്ടോ എന്നായിരുന്നു മറുപടി. എന്നെ ആരും സമീപിച്ചിട്ടുമില്ല, ഞാൻ ആരുമായിട്ടോ ചർച്ച ചെയ്തിട്ടുമില്ല. അക്കാര്യത്തെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഇതുവരെ ആരും എന്നോട് സംസാരിച്ചിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽ അത് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ആരും എന്നോട് ഡിസ്കസ് ചെയ്തിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ എൻ്റെ രാജിവെക്കണേ, ഞാൻ രാജിവെക്കണ്ടേ? അതുകൊണ്ട് ഇതുവരെ ഈ നിമിഷം വരെ അതുമായി ബന്ധപ്പെട്ടാരുമില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് പാർട്ടിയിലൊരു പോസ്റ്റ് വേണമെന്നോ ഒരു സ്ഥാനാർത്ഥിയാകണമെന്നോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഗവർണറായിട്ട് കാണുന്നത് ഹാപ്പിയല്ലേ? എന്താ വല്ല കുഴപ്പമുണ്ടോ? ദീപക് മലയമ്മ നൽകും വിവരങ്ങൾ. ദീപക്, പത്തനംതിട്ടയിൽ സജീവ പരിഗണനയിലുള്ള പേരാണ് ശ്രീധരൻപിള്ളയുടേത്. കാലാവധി പൂർത്തിയാകാനിരിക്കെ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് മത്സരിക്കുമെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇപ്പോഴും ശ്രീധരൻപിള്ളയ്ക്ക് തന്നെയാണ് മുൻതൂക്കം പത്തനംതിട്ടയിൽ എന്ന് തന്നെ അറിയുന്നു. പക്ഷെ അദ്ദേഹം ഇതൊക്കെ പാടെ നിഷേധിക്കുകയാണല്ലോ. വിവിധ അത്തരത്തിൽ പൂർണ്ണമായും ആ വാർത്തയെ അദ്ദേഹം തള്ളിക്കളയുന്നു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമ്മളിപ്പോൾ നൽകിയ ബൈറ്റിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗം വിട്ടുപോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സഭാ നേതൃത്വവും ഒപ്പം തന്നെ സമുദായ നേതാക്കളുമൊക്കെ ശ്രീധരൻപിള്ള വന്നാൽ കൊള്ളാം എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ഒരു കുറിപ്പ് ഉൾപ്പെടെ ഡൽഹിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് താൻ ഇങ്ങനെ പല കോണിൽ നിന്നും അറിഞ്ഞു എന്ന് ശ്രീധരൻപിള്ള പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം തന്നെ അത്തരത്തിൽ ചില സൂചനകൾ ശ്രീധരൻപിള്ളയെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വം അത്തരത്തിൽ ഇടപെടൽ നടത്തുകയോ നേരിട്ട് ശ്രീധരൻപിള്ളയോട് കാര്യങ്ങൾ വിശദീകരിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തന്നെ തനിക്ക് ഇതുവരെ പാർട്ടി പല വിധത്തിലുള്ള പദവികൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ പാർട്ടി നൽകുന്നതിനനുസരിച്ച് സ്വീകരിക്കുക എന്നുള്ള സമീപനം മാത്രമാണ് ഇതുവരെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി ശ്രീധരൻപിള്ള പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പത്തനംതിട്ടയിൽ കാണാമോ എന്ന ചോദ്യത്തിന് ഗവർണറെ കണ്ടാൽ പോരെ എന്നുള്ള ഒരു മറു ചോദ്യം. അത് ഒരു ഒഴുകൻ മറ്റൊരു തമാശ രൂപേണയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഡൽഹിയിലേക്ക് മറ്റ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കൊക്കെ വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പോയ ഈ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പത്തനംതിട്ടയുടെ ഒരു സ്വഭാവം വെച്ച് അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പ്രത്യേകിച്ച് ഈ മതസാമുദായിക സംഘടനകളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രൂപപ്പെട്ടു വരേണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ ശ്രീധരൻപിള്ളയ്ക്കുള്ള സാധ്യത വളരെ അധികമാണ്. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകൾ പുറത്തേക്ക് വരികയും ചെയ്തത്. അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീധരൻപിള്ള കൃത്യമായി പറയുന്നത്, സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അത്തരത്തിൽ കുറിപ്പ് ഡൽഹിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് താൻ കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായും ആ വാർത്തയെ അദ്ദേഹം തള്ളുകയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന കാര്യങ്ങൾ നിഷേധിക്കുകയോ അല്ല ചെയ്യുന്നത്. മറിച്ച് ഇത്തരം സംഭവങ്ങളിൽ തന്നോട് ഔദ്യോഗികമായ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഗവർണറായി തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്. ഇനി സ്ഥാനാർത്ഥിയായി കാണുമോ എന്നാണ് അത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ദീപക് മലയമ്മ വിവരങ്ങൾ നൽകുകയാണ്.